സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മാത്സിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണിത്. അപ്പോൾ ശ്രദ്ധിക്കുക, 10ാം ക്ലാസ് വെച്ച് നോക്കുമ്പോൾ +1 എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. എന്താണോ ക്ലാസ് ചെയ്യിക്കുന്ന പ്രോബ്ലംസ് അത് തന്നെ ചോദിക്കുകയുള്ളൂ, അതിൻ്റെ പുറത്തേക്കുള്ള ഒരു പ്രോബ്ലം പോലും ചോദിക്കില്ല. അപ്പോൾ നന്നായിട്ട് NCERTയിലുള്ള എല്ലാ പ്രോബ്ലംസും ചെയ്യുക. അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതും ചെയ്യാം. എന്നാൽ തന്നെ ഏകദേശം ഒരു 95% മാർക്കും നമുക്ക് കിട്ടും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, എന്ത് തന്നെയാലും കിട്ടും. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, +1 പഠിക്കാനുള്ളതിൽ ഏറ്റവും സിമ്പിൾ ചാപ്റ്ററാണ് സെറ്റ് എന്ന് പറയുന്നത്. വളരെ കുറച്ച് കൺസെപ്റ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കുക, അത് നന്നായിട്ട് പഠിക്കുക, അതിൻ്റെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ചെയ്യുക. പക്ഷെ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, ചെറിയ ചാപ്റ്ററാണ്, സിമ്പിൾ ചാപ്റ്റർ ആണെങ്കിൽ പോലും ചെറിയ കൺസെപ്റ്റുകളുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയ തെറ്റുകളിലേക്ക് നയിക്കും ചെയ്യും. അപ്പോൾ നല്ല എളുപ്പത്തിൽ മാർക്ക് കിട്ടാൻ പറ്റുന്ന ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ വെറുതെ ശ്രദ്ധ ഇല്ലാതിരുന്നിട്ട് മാർക്ക് പോകരുത്. അപ്പോൾ നന്നായിട്ട് നോക്കാം. അപ്പോൾ ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ എന്താണ് സെറ്റ് എന്നുള്ളതാണ് നമുക്ക് ആദ്യം പറയുന്നത്. എന്താണ് സെറ്റ് എന്ന് ചോദിച്ചാൽ അത് ഭയങ്കര ഒരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ 10ലൊക്കെ പഠിക്കുന്ന സമയത്ത് ഓരോ ക്ലാസ്സുകളായിട്ട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ടാവില്ലേ, 10A, 10B, 10C എന്നൊക്കെ പറഞ്ഞ് ഓരോരോ ക്ലാസ്സുകളായിട്ട് തിരിച്ചിട്ടുണ്ടാവും, ശരിയല്ലേ? അപ്പോൾ ഒരാൾ ഒരു സ്കൂളിൽ കയറി വന്നു. ഇപ്പോൾ ഒരു സ്കൂളുണ്ട്, ആ സ്കൂളിൽ ഒരു 10ാം ക്ലാസ് ഒരു 5-6 ഡിവിഷൻ ഉണ്ട് എന്ന് കരുതിക്കും. ഒരാൾ പുറത്തുനിന്നുള്ള ഏതോ ഒരാൾ അപ്പോൾ അയാൾക്ക് ഒരു കുട്ടീനെ കാണണം, അതിന് വേണ്ടി വന്നതാണ്. അയാൾ വന്നിട്ട് അവിടുത്തെ ഹെഡ് മാസ്റ്റർ അടുത്ത് ചോദിക്കുകയാണ്, 10A ക്ലാസ്സിലെ ഒരു കുട്ടിയെ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. 10A ക്ലാസ്സിലെ കുട്ടിയെ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ പറയുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും 10A ക്ലാസ്സിലെ കുട്ടി ഏതാണ് എന്നുള്ളത്, ശരിയല്ലേ? അതെന്തുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റിയത്? കാരണം നമുക്കറിയാം, അവിടെ ഒരു 200-300 കുട്ടികളുണ്ടെങ്കിൽ അതിലൊരു 50 ആളൊക്കെ ആയിരിക്കും 10A എന്ന് പറയുന്ന ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടാവും. അത് നമ്മൾ പ്രത്യേകമായിട്ട് നിർവചിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു കുട്ടി 10A ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ആര് എവിടുന്ന് വന്ന് ആരോട് ചോദിച്ചാലും ആ 10A പറ്റി, സ്കൂളിനെ പറ്റി, 10A കുട്ടികളെ പറ്റിയൊക്കെ അറിയുന്ന ഒരാളാണെങ്കിൽ അവർക്ക് സിമ്പിളായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും, അല്ലേ? ഈ കുട്ടി അത് 10A കുട്ടിയാണെന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സിമ്പിളായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റണത്? ആ കുട്ടി 10A കുട്ടിയാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് നിർവചിക്കപ്പെട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട്. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ നോക്കുക. ഇപ്പോൾ കുറേ സാധനങ്ങൾ, ഇപ്പോൾ കുറേ സാധനം എന്ന് പറഞ്ഞാൽ ഒരു 2-3 ഓറഞ്ച്, ഒരു 2-3 ആപ്പിള്, പിന്നെ കുറച്ച് പയർ, കുറച്ച് മത്തൻ ഒക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട് ഒരു സ്ഥലത്ത്. എന്നിട്ട് ഒരാൾ നമ്മളോട് പറയാണ്, ഇതിൽ കുറച്ച് പഴങ്ങൾ മാത്രം ഒന്ന് മാറ്റി വെക്കൂ എന്ന് പറയണം. പഴങ്ങൾ മാത്രം മാറ്റി വെക്കും. അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ആ ഓറഞ്ചിനെടുത്ത് മാറ്റും, ആ ആപ്പിളിനെടുത്ത് മാറ്റും, അല്ലേ? എന്നിട്ട് അതിനെ പഴങ്ങളെ കൂട്ടത്തിലേക്ക് മാറ്റും. അല്ലാതെ അവിടുന്ന് മത്തം കൊണ്ടുപോയിക്കാണ്ട് പഴത്തിൻ്റെ കൂട്ടത്തിൽ ആരെങ്കിലും വെക്കുമോ? വെക്കൂല. എന്താ അതിന് കാരണം? നമുക്കറിയാം, പഴങ്ങൾ എന്ന് പറഞ്ഞാൽ ആപ്പിള്, ഓറഞ്ച്, മുന്തിരി തുടങ്ങിയ സാധനങ്ങളാണ്. അതിൽ മത്തൻ എന്ന് പറയുന്ന സംഗതി എന്തിൽ പെടൂല, പഴത്തിൽ പെടൂല എന്നറിയാം. അതെന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായി നിർവചിക്കപ്പെട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് പഴം, ഇതാണ് പച്ചക്കറി എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ മനസ്സിലാക്കേണ്ടത്, സെറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞാൽ കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള കുറേ സാധനങ്ങൾ ചേർന്നതാണ് എന്ത്, സെറ്റ്. കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള കുറേ സാധനങ്ങൾ ചേർന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, സെറ്റ് എന്ന് പറയുന്നത്. It is the collection of well-defined objects എന്ന് പറയാം. It is the collection of well-defined objects. It is the collection of well-defined objects. ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്പോൾ ഏതൊരു നാട്ടിൽ ചെന്ന് എവിടെ പോയിട്ട് പഴം ഏതാന്ന് ചോദിച്ചാലും പച്ചക്കറി ഏതാന്ന് ചോദിച്ചാലും കറക്റ്റായിട്ടുള്ള ഉത്തരം ഉണ്ടാവും, ശരിയല്ലേ? ഒരു പച്ചക്കറി, ഒരു ആപ്പിൾ കണ്ടിട്ടത് ഒരു പച്ചക്കറിയാണെന്ന് ആരും പറയില്ല. അതിപ്പോൾ ഇവിടെ പോയാലും അമേരിക്കയിൽ പോയാലും യൂറോപ്പ് പോയാലും എവിടെ പോയാലും ആപ്പിൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊരു പഴമാണ് എന്ന് തന്നെ പറയുള്ളൂ. കാരണം ആ ആപ്പിൾ എന്ന് പറയുന്നത് ഒരു പഴമാണ് എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നിർവചിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലേ? അപ്പൊ അത്തരം കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള സാധനങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്,
സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഒബ്ജക്ട്സ്. ഇനി നമുക്ക് എക്സാമ്പിളുകൾ നോക്കാം സെറ്റിന്റെ. ഇനി സെറ്റിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. എക്സാമ്പിളിന് മുന്നേ സെറ്റിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. അതെന്തായിരുന്നു? ഏത് സ്ഥലത്ത് പോയി ആര് എന്ത് ചോദിച്ചാലും അതെന്തായിരിക്കും? കറക്റ്റ് ആയിരിക്കും. ഇപ്പൊ നമ്മള് ഇവിടെ നിന്ന് പറയാണ് ഒരു ആഴ്ചയിലെ ദിവസങ്ങൾ ഏതൊക്കെ, ഒരാഴ്ചയിലെ ദിവസങ്ങൾ. അപ്പൊ എന്താ പറയാ? ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. അമേരിക്ക പോയിട്ടും ചോദിക്കുകയാണ് ഒരാഴ്ചയിലെ ദിവസങ്ങൾ. അവരെന്തെന്നെ പറയാ? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഇതേ സംഗതി തന്നെയല്ലേ ന്യൂസിലൻഡിൽ പോയി ചോദിച്ചാലും ഓസ്ട്രേലിയയിൽ പോയി ചോദിച്ചാലും എവിടെ പോയി ചോദിച്ചാലും കിട്ടുക. അപ്പൊ അതെന്താണ്? വെൽ ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. രണ്ടാമത് ആരോട് എവിടെ വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും ആ എലിമെന്റ്സ് എന്തായിരിക്കണം, ആ സംഗതികൾ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അതിലുള്ള ആളുകൾ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പോൾ അത്തരം കൂട്ടങ്ങളെ ആണ് എന്ത് പറയാ? നമ്മള് സെറ്റ് എന്ന് പറയാം. ഇപ്പൊ നമ്മളോട് വേറൊരു എക്സാമ്പിൾ നോക്കാം. 10ൽ താഴെയുള്ള എണ്ണൽ നമ്പറുകൾ, അതായത് നാച്ചുറൽ നമ്പറുകൾ അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ് പറയാൻ പറഞ്ഞു. 10ൽ താഴെയുള്ള കൗണ്ടിങ് നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ പറയാൻ പറഞ്ഞു. എന്തൊക്കെയാ പറയാ? 9, 8, 7, 6, 5, 4, 3, 2, 1. ഇത് എവിടെ പോയി ചോദിച്ചാലും ആരോട് ചോദിച്ചാലും ഇതിനെപ്പറ്റി വിവരമുള്ള ഒരാൾ എന്തെന്നെ പറയുള്ളൂ? ഇത്രയും നമ്പറുകൾ തന്നെ പറയുള്ളൂ. അപ്പൊ അതെന്താണ്? ഒരു സെറ്റാണ്. ഇനി വേറൊരു എക്സാമ്പിള് എന്ന് പറഞ്ഞാൽ എന്താ പറയാ? ഒരു കാർ തന്നു, ഒരു ബസ് തന്നു, പിന്നെ എന്താ പറയാ, ഒരു സൈക്കിള് തന്നു, ഒരു സ്കൂട്ടർ തന്നു. എന്നിട്ട് ഒരാളോട് ചോദിക്കുകയാണ് ഇന്ധനം വേണ്ടാത്ത വാഹനം ഏത്, അതേപോലെ ഇന്ധനം വേണ്ട വാഹനം ഏത്. ഇപ്പൊ ഇന്ധനം വേണ്ട വാഹനം എന്നുള്ളിടത്ത് ഏതൊക്കെയാണ്? ബസ് എഴുതും, കാർ എഴുതും, സ്കൂട്ടർ എഴുതും. ഇന്ധനം വേണ്ടാത്തടത്ത് ഏത് എഴുതുക? സൈക്കിൾ എഴുതും. അപ്പൊ ഇത് എവിടെ പോയി ചോദിച്ചാലും ഇതിങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ അതും എന്ത് തന്നെയാണ്? ഒരു സെറ്റ് തന്നെയാണ്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, ഇപ്പൊ ഒരു ക്ലാസ്സിൽ 2 കുട്ടികളുണ്ട്. ആ 2 കുട്ടികളെ നമ്മൾ നീപ്പിച്ചു. ഒരാളെ പേര് രാമു എന്നുള്ളതാണ്, ഒരാളെ പേര് അപ്പു എന്നാണ്. എന്നിട്ട് രാമുവിനോട് നമ്മൾ ചോദിക്കുകയാണ്, മോനെ രാമു, ഇഷ്ടപ്പെട്ട ഒരു 5 നമ്പർ പറയണം. രാമുവിനോട് പറയണം ഇഷ്ടപ്പെട്ട ഒരു 5 നമ്പർ പറയണം. അപ്പൊ രാമു പറഞ്ഞു 1, 2, 3, 4, 5. എന്നിട്ട് നേരെ രാമു എന്ത് ചെയ്തു വെച്ചാൽ അപ്പുവിന്റെ അടുത്ത് പോയി അപ്പുവിനോട് പറഞ്ഞു, അപ്പു ഒരു ഇഷ്ടപ്പെട്ട 5 നമ്പർ പറയൂ. അപ്പൊ അപ്പു പറഞ്ഞു 10, 20, 30, 40, 50. അതൊരു സെറ്റാണോ? അതായത് ഇഷ്ടപ്പെട്ട 5 നമ്പർ, ഇതാണ് നമ്മൾ സെറ്റ്. ഒരാളെടുത്ത് ചോദിച്ചപ്പോൾ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞു. മറ്റൊരാളെടുത്ത് ചോദിച്ചപ്പോൾ 10, 20, 30, 40, 50 എന്ന് പറഞ്ഞു. ഇതൊരു സെറ്റാണോ? അല്ല. നമുക്ക് ഒരു സംശയവും വേണ്ട, അതെന്തല്ല, ഒരു സെറ്റ് അല്ല. അതിന് കാരണം എന്താ? ഇത് ഒരാളെടുത്ത് ചോദിച്ചപ്പോൾ 1, 2, 3, 4, 5 എന്നാണ് പറഞ്ഞത്. ഇയാളെടുത്ത് ചോദിച്ചപ്പോൾ 10, 20, 30, 40, 50 എന്നാണ് പറഞ്ഞത്. രണ്ടാളെടുത്ത് ചോദിച്ചപ്പോഴും 2 ആൻസറാണ് കിട്ടിയത്. സോ അതെന്തല്ല, ഒരു സെറ്റ് അല്ല. അതേ സമയത്ത് ഈ രാമനോട് നമ്മൾ ചോദിക്കുക, നേരത്തെ ചോദിച്ചാൽ അതേ ചോദ്യം തന്നെ, 5ന്റെയും 10ന്റെയും ഇടയിലുള്ള നമ്പറുകൾ പറയും, എണ്ണൽ നമ്പറുകൾ പറയും എന്ന് രാമനോട് ചോദിച്ചപ്പോൾ രാമൻ എന്താ പറയാ? 6, 7, 8, 9. അപ്പുനോട് ചോദിച്ചപ്പോൾ അപ്പു എന്താ പറയാ? 6, 7, 8, 9. അപ്പോൾ രണ്ടാളോട് ചോദിക്കുമ്പോഴും അവർ രണ്ടാളും തന്ന ആൻസർ എന്താണ്? അവിടെ സെയിം ആണ്. സോ ആ പറഞ്ഞ സംഗതി എന്താണ്? ഒരു സെറ്റാണ്. അപ്പോൾ 5ന്റെയും 10ന്റെയും ഇടയിലുള്ള എണ്ണൽ നമ്പറുകൾ ഏതൊക്കെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സെറ്റാണ്. പക്ഷെ ഇഷ്ടപ്പെട്ട 5 നമ്പറുകൾ പറയും എന്ന് രണ്ടാളോട് പറയുമ്പോൾ അത് എന്തായില്ല? ഒരു സെറ്റല്ല. അപ്പോൾ ഒരു സംഗതി തന്നിട്ട് അത് സെറ്റാണോ സെറ്റ് അല്ലേ എന്ന് ചോദിച്ചാൽ എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താം. എങ്ങനെ കണ്ടെത്തുക? ഇങ്ങനെ മാത്രം ആലോചിച്ചാൽ മതി. ആരെടുത്ത് ചോദിച്ചാലും സെയിം ആൻസർ ആണോ കിട്ടണമെന്ന് നോക്കുക. അങ്ങനെ കിട്ടണതാണെന്നുണ്ടെങ്കിൽ അതൊരു സെറ്റാണ്. അല്ല ഓരോരോ ആളുകൾ എടുത്ത് ചോദിക്കുന്നതിനനുസരിച്ചിട്ട് അത് മാറിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തല്ല, ഒരു സെറ്റ് ആവില്ല. അപ്പൊ അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെയാണ് അത് മനസ്സിലാക്കുക. ഒരു സംഗതി തന്നാൽ സെറ്റാണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാക്കൽ അങ്ങനെയാണ്. ഇനി മനസ്സിലാക്കേണ്ടത് ഈ സെറ്റുകളെ എങ്ങനെയൊക്കെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഒബ്ജക്ട്സ്. ഈ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ആകാം. വെൽ ഡിഫൈൻഡ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഒരു ആഴ്ചയിലെ ദിവസങ്ങൾ,
അപ്പൊ ആ ദിവസങ്ങൾ എന്ന് പറയുന്നതാണ് അവിടെ ഒബ്ജക്ട്സ്. ഇനി 5നും 10നും ഇടയിലുള്ള എണ്ണൽ നമ്പറുകൾ, അപ്പൊ 6, 7, 8, 9. അപ്പൊ ആ എണ്ണൽ നമ്പറുകൾ എന്നുള്ളതാണ് അവിടുത്തെ എന്ത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒരു കാട്ടിലെ മൃഗങ്ങൾ, അപ്പൊ പറയും ആ മൃഗങ്ങൾ എന്ന് പറയുന്നതാണ് എന്ത് അവിടുത്തെ ഒബ്ജക്റ്റ്. മനസ്സിലായോ? ഈ ഒബ്ജക്റ്റുകൾ എന്താവാം? നമ്പറുകളാവാം, ജീവികളാവാം, എന്ത് വേണമെങ്കിലും ആവാം, വസ്തുക്കളാവാം, എന്ത് വേണമെങ്കിലും ആവാം, ഒരു കുഴപ്പമില്ല. ഇനി എങ്ങനെ നമ്മൾ ഒരു സെറ്റിനെ റെപ്രസെന്റ് ചെയ്യും എന്നുള്ളതാണ് പഠിക്കാനുള്ളത്. ഇപ്പോ അതിനൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളോട് പറയാണ് ഒരാഴ്ചയിലെ 7 ദിവസങ്ങൾ. നമ്മൾ എഴുതുകയാണെന്ത് ഒരാഴ്ചയിലെ all days in a week. ഒരാഴ്ചയിലെ എല്ലാ ദിവസങ്ങളും. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതി സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഇങ്ങനെ എഴുതിയാലും സെയിം മീനിങ് അല്ലേ അവിടെ വരുന്നത്. ഇപ്പൊ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാഴ്ചയിലെ എല്ലാ ദിവസങ്ങൾ. അപ്പോ ഇങ്ങനെ പറഞ്ഞാലും ഓൾ ഡേയ്സ് ഇൻ എ വീക്ക് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? അത് സെയിം തന്നെയാണ് അല്ലെ? ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ദ കൗണ്ടിങ് നമ്പർ ബിറ്റ്വീൻ 5 and 10 എന്ന് പറയുന്നതും 6, 7, 8, 9, 10, 6, 7, 8, 9 എന്ന് പറയുന്നതും സെയിം മീനിങ് അല്ലേ? ദ കൗണ്ടിങ് നമ്പർ ബിറ്റ്വീൻ 5 and 10 എന്ന് പറഞ്ഞാൽ എന്താ? 5ന്റെയും 10ന്റെയും ഇടയിലുള്ള എണ്ണൽ നമ്പറുകൾ. അത് ഏതൊക്കെയാണ്? 6, 7, 8, 9. അപ്പൊ ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും റെപ്രസെന്റ് ചെയ്യാം, അല്ല ഇങ്ങനെയും റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? എന്താണോ ആ പ്രത്യേകത അതാണ് എഴുതുന്നത്. എന്താണ് ആ സെറ്റ് എന്നുള്ളത് നമ്മളിങ്ങനെ വാരി വലിച്ചിങ്ങനെ എഴുതുകയാണ്. അതാണിത് ദ കൗണ്ടിങ് നമ്പർ ബിറ്റ്വീൻ 5 and 10. ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ സെറ്റിലുള്ള ഓരോ ആളുകളെയും ഓരോ ഒബ്ജക്റ്റുകളെയും എടുത്ത് എഴുതുകയാണ്. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇതെന്താ എഴുതണേ? എന്താണോ ആ സെറ്റിന്റെ പ്രത്യേകത അതാണിത്. അല്ലെങ്കിൽ എങ്ങനെയാണോ ആ സെറ്റ് നിർവചിക്കപ്പെട്ടിട്ടുള്ളത് അതാണ് ഈ എഴുതിയിട്ടുള്ളത്. ഇതാണെങ്കിൽ എന്താ? എന്തൊക്കെയാണോ അല്ലെങ്കിൽ ആരൊക്കെയാണോ ആ സെറ്റിലെ ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ എലിമെന്റുകൾ അവരെയാണ് എന്ത് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ 2 രൂപത്തിൽ വേണമെങ്കിലും സെറ്റിനെ എന്ത് ചെയ്യാം? റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഒരു സെറ്റിന്റെ പ്രത്യേകത അല്ലെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ എങ്ങനെയാണോ അത് നിർവചിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ഒരു സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതിനെ സെറ്റ് ബിൽഡർ ഫോം എന്നാണ് പറയാ. എന്താ പറയാ? സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയും. സെറ്റ് ബിൽഡർ ഫോം. അപ്പൊ എന്താണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാൽ? എന്താണോ ഒരു സെറ്റിന്റെ പ്രത്യേകത ആ പ്രത്യേകത വെച്ചിട്ടാണ് ആ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സെറ്റ് ബിൽഡർ ഫോം. അതിന് എക്സാമ്പിൾ ആണിത് ഓൾ ഡേയ്സ് ഇൻ എ വീക്ക്, അല്ലെങ്കിൽ ദ കൗണ്ടിങ് നമ്പർ ബിറ്റ്വീൻ 5 and 10 എന്നൊക്കെ പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു സെറ്റ് ബിൽഡർ ഫോമിന് എക്സാമ്പിൾ ആണ്. ഇനി രണ്ടാമത്തെ ഇതേപോലെ ഓരോ ആളുകളെയും ആ സെറ്റിലുള്ള ഓരോ ആളുകളെയും വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ റോസ്റ്റർ ഫോം എന്നാണ് പറയാ. എന്താ പറയാ? റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോം അല്ലെങ്കിൽ അതിന് നമുക്ക് ടാബുലാർ ഫോം എന്നും പറയാം. ടാബുലാർ ഫോം എന്നും വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒന്നുകിൽ റോസ്റ്റർ ഫോം എന്ന് പറയും, അല്ലെങ്കിൽ എന്ത് പറയും? ടാബുലാർ ഫോം എന്ന് പറയും. അപ്പൊ എന്താ റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റിലുള്ള ഓരോ ആളുകളെയും എടുത്തിങ്ങനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത്തരം റെപ്രസെന്റേഷനെ ആണ് എന്ത് വിളിക്കുക? റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം എന്ന് പറയാം. അപ്പോൾ അതിന്റെ പ്രത്യേകത വെച്ച് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയും. അതിലുള്ള ഓരോ ആളുകളെയും വെച്ച് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് പറയും? റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം എന്ന് പറയും. ഇനി മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു സെറ്റ് എഴുതുമ്പോൾ വെറുതെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രം കാര്യമില്ല. അതിനെ ഇതുപോലെയുള്ള 2 ബ്രാക്കറ്റുകളുടെ ഉള്ളിൽ ഇടണം. അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിലാണ് അത് സെറ്റ് എന്നുള്ള മീനിങ് വരുള്ളൂ. ഇതിനെ നമ്മൾ ബ്രേസസ് എന്നാണ് പറയാ. എന്താ പറയാ? ബ്രേസസ് എന്ന് പറയും.
ബ്രാക്കറ്റ് എന്നല്ല പറയാ, ഇതിനെ പറയല് ബ്രേസസ് എന്നാണ് പറയാ, ബ്രേസസ്. അപ്പൊ എപ്പോഴും ഒരു സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അത് ഇത്തരത്തിലുള്ള രണ്ട് ബ്രേസസുകളുടെ ഉള്ളിലായിരിക്കണം. ഓക്കെ, അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ കണ്ടില്ലേ ടാബുലാർ ഫോമിൽ ഇങ്ങനെ ഒരു സെറ്റിനെ റെപ്രസെന്റ് ചെയ്തു. അങ്ങനെ റെപ്രസെന്റ് ചെയ്തപ്പോൾ ഇവിടെ സൺഡേ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒരു കോമ ഇട്ടു, അതേപോലെ മൺഡേ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കോമ ഇട്ടു, ട്യൂസ്ഡേ കഴിഞ്ഞിട്ട് ഒരു കോമ ഇട്ടു. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? ഇതിലുള്ള ഓരോ ആളുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ ആളുകളെ തമ്മിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് ഇടണം? ഒരു കോമ ഇടണം. മനസ്സിലാവും? അപ്പൊ ഒരു സെറ്റ് എപ്പോഴും റെപ്രസെന്റ് ചെയ്യേണ്ടത് ഒരു രണ്ട് ബ്രേസസുകളുടെ ഉള്ളിലാണ്. പിന്നെ മനസ്സിലാക്കേണ്ടത് ഓരോ ആളുകളെയും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്തിടണം? ഓരോ കോമ ഇട്ടിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, ഒരു സെറ്റിനുള്ളിൽ ഒരിക്കലും റിപ്പീറ്റ് ചെയ്ത് എലിമെന്റ്സ് എഴുതേണ്ട കാര്യമില്ല. അതായത് ഇപ്പൊ ഇങ്ങനെ ഒരു സെറ്റിന് എഴുതിക്കോ, 1 2 3 4 1. അപ്പോൾ ഇവിടെ ബ്രേസസിന്റെ ഉള്ളിലാണ് എഴുതിയിട്ടുള്ളത്. ഇതിൽ എലിമെന്റ് 1 2 3 4, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 1 എന്ന് എഴുതി. അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല എന്നാ പറയുന്നത്. അതായത് ഒരു സെറ്റിന്റെ ഉള്ളിൽ ഒരിക്കലും എന്ത് വേണ്ട? റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു ഒബ്ജക്റ്റിനെ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനെങ്ങനെ എഴുതിയാൽ മതി? ഇത്രയും മതി. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇവിടെ എഴുതിയതോന്ന്. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് എസ് എന്നല്ലല്ലോ, ഇത് സൺഡേയുടെ എസ് ആണ്, ഇത് സാറ്റർഡേ എസ് ആണ്, ഇത് ട്യൂസ്ഡേ ആണ്, ഇതെന്താണ് തേഴ്സ്ഡേ ആണ്. ഇത് രണ്ടും വേറെ വേറെ ആളുകളാണ്. എഴുതാനുള്ള എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. അപ്പൊ ഇത് കാര്യമാക്കണ്ട. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സെറ്റിന്റെ ഉള്ളിൽ ഒരിക്കലും റിപ്പീറ്റ് ചെയ്ത് ഒബ്ജക്റ്റുകൾ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്ന്, സെറ്റുകൾ രണ്ട് ബ്രേസസിനുള്ളിലായിരിക്കണം. ആ സെറ്റിന്റെ ഉള്ളിലെ ഓരോ ഒബ്ജക്റ്റുകളെയും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ട് കോമാസ് യൂസ് ചെയ്യണം. മൂന്നാമത്തത്, ഒരു കാരണവശാലും ഒരു സെറ്റിനുള്ളിൽ ഒന്നിലേറെ തവണ ഒരു ഒബ്ജക്റ്റിനെ എഴുതേണ്ട ആവശ്യമില്ല. ഇനി മനസ്സിലാക്കേണ്ടത്, ഈ സെറ്റിന്റെ ഉള്ളിലെ ഓരോ ആളുകളെയും എലിമെന്റ്സ് എന്നാണ് പറയാ. എന്താ പറയാ? എലിമെന്റ്സ് എന്ന് പറയും. എലിമെന്റ്സ്. അപ്പോൾ ഈ സെറ്റിന്റെ ഉള്ളിലുള്ള ഓരോ ആളുകളെയും, ഈ കൂട്ടത്തിലുള്ള ഓരോ ആളുകളെയും നമ്മൾ വിളിക്കുന്ന പേരാണ് എലിമെന്റ്സ് എന്ന് പറയും. എന്താ പറയാ? എലിമെന്റ്സ്. അപ്പോ അതാണ് അടുത്ത സംഗതി. ഇതിലുള്ള ഓരോ ആളുകളെയും വിളിക്കുന്ന പേര് എലിമെന്റ്സ്. ഇനി നമ്മൾ ഓരോ കുട്ടികൾക്ക് പേരിടുന്ന പോലെ തന്നെ ഓരോ സെറ്റുകൾക്കും നമുക്ക് എന്ത് ചെയ്യാം? ഓരോ പേരുകൾ ഇടാൻ പറ്റും. അപ്പോൾ ഒരു സെറ്റിന് ഒരു പേരിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് സെറ്റിന് പേരായിട്ട് ഇടുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിന് എന്തിടാം? A = എന്നിടാം. ഇതിനെ വേണമെങ്കിൽ എന്തിടാം? B = എന്നിടാം. അപ്പോൾ ഇതുപോലെയുള്ള ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് ഒരു സെറ്റിന്റെ പേരായിട്ട് നമ്മൾ എഴുതല്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതെന്താ വായിക്കാൻ നമുക്ക് നോക്കാം. A = ഈ ബ്രേസസിന് സെറ്റ് ഓഫ്. എന്താ പറയാ? A = സെറ്റ് ഓഫ് S, Sunday, Monday, Tuesday, Wednesday, Thursday, Friday, Saturday. ഇനി ഇത് നോക്കാം. B = set off the counting numbers between 5 and 10. അപ്പോൾ ഇങ്ങനെ ബ്രാക്കറ്റ് ബ്രേസസ് ഇട്ടു എന്നുള്ളതിന്റെ അർത്ഥം അതെന്താണ്? സെറ്റ് ഓഫ് എന്നാണ് അവിടെ വായിക്കേണ്ടത്. എന്താ വായിക്കേണ്ടത്? സെറ്റ് ഓഫ് എന്നാണ് വായിക്കേണ്ടത്. ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ നോക്കാം. D = set off all days in a week. ഇതിന് ഒരു E എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ E = set off 1, 2, 3, 4. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി ഇതിലുള്ള ഓരോ ആളുകളെയും നമ്മൾ എന്താ പറയാ? എലിമെന്റ്സ് എന്നാണ് പറയാ. എന്താ പറയാ? എലിമെന്റ്സ്. അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സെറ്റിൽ, അതായത് A എന്ന് പറയുന്ന ഈ സെറ്റിൽ എത്ര എലിമെന്റുകൾ ഉണ്ടാവും? 1 2 3 4 5 6 7 എലിമെന്റുകൾ ഉണ്ടാവും. എത്ര എലിമെന്റ് ഉണ്ടാവും? 7 എലിമെന്റ്. സോ the number of elements in set A = 7. Number of elements in set A = 7. അതായത് A എന്ന് പറയുന്ന ഈ സെറ്റിൽ 7 എലിമെന്റുകളാണ് ഉള്ളത് അർത്ഥം. അത് നമ്മൾ എഴുതല് n of A എന്നാണ്. എന്താ എഴുതാ? n of A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ number of elements in
സെറ്റ് എ എന്നർത്ഥം. അപ്പൊ അതെങ്ങനെ എഴുതാം? നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ സെറ്റ് എ ഈക്വൽ ടു 7. ഇനി ഇത് വേറൊരു സെറ്റ് ആണെന്ന് എഴുതിക്കോളൂ. ഈ സെറ്റ് തൽക്കാലം എഫ് എന്ന് പേരെടുത്തു എന്ന് എഴുതിക്കോളൂ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ സെറ്റ് എഫ് എങ്ങനെ എഴുതും? n ഓഫ് എഫ് ഈക്വൽ ടു 4 എന്ന് എഴുതും. നമ്മുടെ കോമട്ട് റെപ്രസെന്റ് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ n ഓഫ് എഫ് ഈക്വൽ ടു 4. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ സെറ്റ് എഫ് ഈക്വൽ ടു 4 എന്ന് എഴുതും. ഇനി മക്കളെ ഒരു നല്ലൊരു എക്സാമ്പിള് തെറ്റിക്കാൻ പാടില്ല. ഇവിടെ നമുക്ക് ജി എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ടെന്ന് കരുതിക്കോ. ആ സെറ്റിൽ 1 2 3 4 1 ഇത്രയാണുള്ളത്. നമ്മളോട് പറഞ്ഞു നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ സെറ്റ് ജി കാണണം. നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ സെറ്റ് ജി കാണണം. എങ്ങനെ കാണണം? നമുക്ക് ആദ്യം എഴുതാം നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ സെറ്റ് ജി ഈക്വൽ ടു, അതായത് n ഓഫ് ജി ഈക്വൽ ടു. അപ്പൊ എണ്ണുമ്പോൾ 1 2 3 4 5 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. 5 എന്ന് എഴുതരുത്. എന്തുകൊണ്ട് എഴുതരുത്? അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഒരു സെറ്റിനുള്ളിൽ ഒന്നിലേറെ തവണ ഏതെങ്കിലും എലിമെന്റുകളെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ കൺസിഡർ ചെയ്യണ്ട. ശരിക്കും അങ്ങനെ എഴുതാൻ പാടില്ല. ഇനി അഥവാ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെന്തും ചെയ്യണ്ട, കൺസിഡർ ചെയ്യേ വേണ്ട. അപ്പൊ ഇതിൽ എത്രണ്ണേ ഉള്ളൂ? ശരിക്കും 4 എലിമെന്റുകളേ ഉള്ളൂ. സോ n ഓഫ് ജി ഇസ് ഈക്വൽ ടു 4 ആണ്. ഒരിക്കലും എന്ത് എഴുതരുത്? 5 എന്ന് എഴുതരുത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നതാണ്, ഏതെങ്കിലും ഒരു സമയത്ത് റിപ്പീറ്റ് ചെയ്തത് വരികയാണെന്നുണ്ടെങ്കിൽ അതിനൊരിക്കലും എന്ത് ചെയ്യേണ്ട, കൺസിഡർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ആദ്യം പറഞ്ഞ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു അല്ലേ? എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഓബ്ജക്ട്സ്. 2 രീതിയിൽ നമുക്ക് സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞു. ഒന്ന്, സെറ്റിന്റെ പ്രത്യേകത അനുസരിച്ച് എഴുതുക. അങ്ങനെയാണെങ്കിൽ അതിനെ സെറ്റ് ബിൽഡർ ഫോം എന്ന് വിളിക്കുന്നു പറഞ്ഞു. രണ്ടാമത്തത്, അതിലുള്ള ഓരോ എലിമെന്റുകളെയും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. അങ്ങനെയാണെങ്കിൽ അതിനെ ഒന്നുകിൽ റോസ്റ്റർ ഫോം എന്ന് വിളിക്കും, അല്ലെങ്കിൽ ടാബുലർ ഫോം എന്ന് വിളിക്കും. ഇനി അടുത്ത കാര്യം പറഞ്ഞത്, എപ്പോഴും ഒരു സെറ്റിനെ റെപ്രസെന്റ് ചെയ്യല് 2 ബ്രേസസുകളുടെ ഉള്ളിലാണ് എന്ന് പറഞ്ഞു. ഇതിനെ നമ്മൾ വിളിക്കുക ബ്രേസസ് എന്നാണ് വിളിക്കുക. ഇനി ഇതിലുള്ള ഓരോ ആളുകളെയും നമ്മൾ എലിമെന്റുകൾ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? എലിമെന്റുകൾ. പിന്നത്തെ കാര്യം, ഒരു കാരണവശാലും ഒരു സെറ്റിനുള്ളിൽ ഒന്നിലേറെ തവണ ഒരാളെ എഴുതാൻ പാടില്ല, ഒരു എലിമെന്റ് ഉണ്ടാവാൻ പാടില്ല. പിന്നെ പറഞ്ഞത്, ഓരോ സെറ്റിന്റെയും പേരുകൾ നമ്മൾ റെപ്രസെന്റ് ചെയ്തത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടാണ്. എന്ത് വെച്ചിട്ടാ? ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ട്. അപ്പൊ ഇതിനെങ്ങനെ വായിക്കുക? സെറ്റ് എ ഈക്വൽ ടു സെറ്റ് ഓഫ്. ഇതിന്റെ അർത്ഥം സെറ്റ് ഓഫ് എന്നാണ്, സെറ്റ് ഓഫ്. പിന്നെ പറഞ്ഞത് നമ്പർ ഓഫ് എലിമെന്റ്സ് എന്നുള്ളത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക n ഓഫ് എ. n ഓഫ് എ എന്ന് പറഞ്ഞിട്ട് നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ സെറ്റ് എ. നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ സെറ്റ് ബി ആണെങ്കിൽ എന്ത് പറയും? n ഓഫ് ബി. നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ സെറ്റ് എഫ് ആണെങ്കിൽ എങ്ങനെ പറയും? n ഓഫ് എഫ്. ഇനി എലിമെന്റ്സ് എണ്ണുന്ന സമയത്ത് ഒരേപോലുള്ള 2 വന്നിട്ടുണ്ടെങ്കിൽ അവയെ കൺസിഡർ ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല എന്നർത്ഥം. അപ്പൊ അത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചത് വെച്ചിട്ട് നമുക്ക് 1-2 പ്രോബ്ലം ചെയ്ത് നോക്കാം. ആദ്യത്തത്, ഈ തന്നിട്ടുള്ള കുറെ സ്റ്റേറ്റ്മെന്റുകളുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് സെറ്റ് എന്ന് തിരിച്ചറിയാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 6 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഇതിൽ ഏതൊക്കെയാണ് സെറ്റ് എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ആദ്യത്തെ വായിക്കുമ്പോൾ, ദ കളക്ഷൻ ഓഫ് ഓൾ മന്ത്സ് ഓഫ് എ ഇയർ starting with letter J. The collection of all months of year starting with letter J. എന്താ ഇതിന്റെ അർത്ഥം? ഒരു വർഷത്തിലെ J വെച്ച് തുടങ്ങുന്ന മന്തുകൾ, മാസങ്ങൾ. അപ്പൊ അത് എവിടെ പോയി ആരോട് ചോദിച്ചാലും അത് ഏതൊക്കെയാണ്? ജനുവരി, ജൂൺ, ജൂലൈ. അല്ലാതെ ആരെങ്കിലും വന്ന് മാർച്ച് എന്ന് എഴുതുമോ? എഴുതില്ല. അപ്പോൾ എവിടെ വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും അത് ഈ 3 മാസങ്ങൾ തന്നെയാണ്. ആരോട് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഈ 3 മാസങ്ങൾ തന്നെയാണ്. സോ ഇതെന്താണ്? ഒരു സെറ്റാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തെന്ന് കിട്ടി? ഒരു സെറ്റാണ് കിട്ടി. ഇനി രണ്ടാമത്തത്, ദ കളക്ഷൻ ഓഫ് ഓൾ ഈവൺ നമ്പേഴ്സ്. ദ കളക്ഷൻ ഓഫ് ഓൾ ഈവൺ നമ്പേഴ്സ്, എല്ലാ ഇരട്ട സംഖ്യകളും എവിടെ വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും അത് എന്ത് തന്നെ ആയിരിക്കും? 2 4 6 8 10 എന്ന് തന്നെ ആയിരിക്കും.
അതിലൊരു വ്യത്യാസം ഉണ്ടാവില്ല. ഒരിക്കലും 1 3 പറയൂല. സോ ഈ പറഞ്ഞ കളക്ഷൻ ഓഫ് ഓൾ ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നതും എന്തായിരിക്കും? ഒരു സെറ്റ് ആയിരിക്കും. ഇനി മൂന്നാമത്തത് ദ കളക്ഷൻ ഓഫ് 10 മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സ്. അപ്പൊ ഇത് നോക്കുമ്പോൾ ഇതിപ്പോ നമ്മൾ ഒരാളെടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് തോന്നുന്ന ഒരു 10 നല്ല റൈറ്റേഴ്സിന്റെ പേര് പറയാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഇയാൾ പറയല് ഒരു 10 ആളാവും. അത് തന്നെ ആയിക്കോളണം എന്നില്ല വേറൊരാൾ പറയേണ്ടത്. 2 ആൾ പറയുന്നത് ഉണ്ടാവാം, വ്യത്യാസം ഉണ്ടാവാം. അതായത് ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ചിട്ട് എന്താവാം, അവർക്ക് ഇന്ന ആളാണ് നല്ലത് തോന്നാം, ഇവർക്ക് ഇന്ന ആളാണ് നല്ലതെന്ന് തോന്നാം. അപ്പോൾ 2 ആളുകൾ എഴുതുന്നത് എന്തായിക്കോളുന്നില്ല, സെയിം ആളുകൾ ആയിരിക്കണമെന്നില്ല. സോ ഇതെന്തല്ല, ദ കളക്ഷൻ ഓഫ് 10 മോസ്റ്റ് ടാലന്റഡ് റൈറ്റേഴ്സ് എന്ന് പറയുന്ന സംഗതി എന്തല്ല, ഒരു സെറ്റ് അല്ല. അപ്പോൾ ഇതൊരു സെറ്റ് അല്ല. ഇനി നാലാമത്തത് ദ കളക്ഷൻ ഓഫ് 4 റിവേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ഏതെങ്കിലും 4 പുഴകളുടെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ എ ബി എന്ന് പറഞ്ഞ 2 കുട്ടികളുണ്ട്. എന്റെ അടുത്ത് 4 പുഴന്റെ പേര് പറയാൻ പറഞ്ഞാൽ എക്ക് അറിയുന്ന ഏതെങ്കിലും 4 എ പറയും, ബിക്ക് അറിയുന്ന ഏതെങ്കിലും 4 ബി പറയും. എന്നല്ലാതെ അത് 2 ബന്ധമായിക്കൊള്ളുന്നില്ല, തുല്യമായിക്കൊള്ളുന്നില്ല, 2 ഒരേപോലെ ആയിക്കൊള്ളുന്നില്ല. സോ ഈ പറഞ്ഞ ദ കളക്ഷൻ ഓഫ് 4 റിവേഴ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന സംഗതിയും എന്തല്ല, ഒരു സെറ്റ് അല്ല. ഓക്കെ, അപ്പൊ ഇത് ഒരു സെറ്റ് അല്ല. ഇനി ദ കളക്ഷൻ ഓഫ് ഓൾ റിവേഴ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ ഈ 2 ചോദ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കണം. ഇത് പറഞ്ഞത് ദ കളക്ഷൻ ഓഫ് 4 റിവേഴ്സ് എന്നാണ്, പക്ഷെ ഇവിടെ പറഞ്ഞത് ദ കളക്ഷൻ ഓഫ് ഓൾ റിവേഴ്സ് എന്നാണ്. ഇപ്പൊ ഇന്ത്യയിൽ മൊത്തം ഒരു 10 നദിയാണുള്ളത് എഴുതിക്കോ. ഓൾ റിവേഴ്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ പറയുന്നതും ഈ 10 തന്നെ ആയിരിക്കും, ബി പറയുന്നതും ഈ 10 തന്നെ ആയിരിക്കും. കാരണം അവിടെ ഓൾ എല്ലാത്തിനെയും പറയുന്നുണ്ട്. ഇഷ്ടപ്പെട്ട 4 അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട 5 അല്ല പറയുന്നത്, എല്ലാത്തിനെയും പറയുന്നുണ്ട്. അപ്പോൾ എ പറയുന്നതും ബി പറയുന്നതും എന്ത് തന്നെ ആയിരിക്കും, സെയിം തന്നെ ആയിരിക്കും. സോ ദ കളക്ഷൻ ഓഫ് ഓൾ റിവേഴ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന സംഗതി എന്താണ്, ഒരു സെറ്റ് ആണ്. ഇനി ഡിഫിക്കൽട്ട് പ്രോബ്ലംസ് ഇൻ മാത്സ്. മാത്സിലെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോബ്ലംസ് എന്നുള്ളത് അത് ഒരു സെറ്റാണോ? ഇപ്പോൾ എ ബി എന്ന് പറയുന്ന 2 കുട്ടികൾ തന്നെ ഉണ്ട് എന്ന് എഴുതിക്കോ. എ കുറച്ച് മാത്സിലെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ കുറച്ച് നല്ലൊരു കുട്ടി, ബിക്ക് കുറച്ചൊരു ഡിഫിക്കൽട്ട് ഉള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എക്ക് ചിലപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ 8 ചെയ്യാൻ പറ്റും. ബിക്ക് ചിലപ്പോൾ 10 ക്വസ്റ്റ്യൻ കൊടുത്താൽ 2 ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ വെച്ചിട്ട് എല്ലാം ഡിഫിക്കൽട്ടാണെന്ന് പറയാനും പറ്റില്ല. അപ്പൊ അത് ആളുകൾക്ക് അനുസരിച്ചിട്ട് എന്താവാം, ആ പ്രോബ്ലംസ് ഡിഫിക്കൽട്ടും ഈസി ആയിട്ട് മാറാം. സോ ഈ പറയുന്ന സംഗതിയും എന്തല്ല, ഒരു സെറ്റ് അല്ല. അപ്പൊ ഇങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് സെറ്റ് ആണോ അല്ലയോ എന്ന് കണ്ടെത്തുക. എല്ലാവർക്കും സെയിം ആൻസർ ആണ് കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു സെറ്റ് ആയിരിക്കും. അല്ല, ആളുകൾക്ക് അനുസരിച്ച് മാറുന്നുണ്ടെങ്കിൽ അതൊരു സെറ്റ് ആവില്ല. നമ്മൾ ബ്രിഡ്ജ് ക്ലാസ്സിലെ പലതരം നമ്പറുകളെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇൻറ്റിജേഴ്സ്, നാച്ചുറൽ നമ്പർ, റാഷണൽ നമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞ് പലതരം നമ്പറുകൾ തമ്മിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ആ എല്ലാ നമ്പറുകളും ഓരോ സെറ്റുകളല്ലേ. ഇപ്പോൾ ഇൻറ്റിജേഴ്സ് എന്ന് ആരെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം -1, -2, -3, 0, 1, 2, 3, 4, 5. അതിലൊരിക്കലും 1/2 അല്ലെങ്കിൽ √3 √5 ഒന്നും വരില്ല. ആ നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ടാവും, 0 ഉണ്ടാവും, പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ടാവും. ഇത് മാത്രമേ വരുള്ളൂ. അതിനി എവിടെ പോയി ആരോട് തന്നെ ചോദിച്ചാലും ഇതിനെപ്പറ്റി വേറുള്ളവനൊക്കെ പറയല് ഈ നമ്പറുകൾ തന്നെ ആയിരിക്കും. അപ്പോൾ ആ ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്ന ഒരു സെറ്റാണ്. അതുപോലെ തന്നെ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാലും റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാലും ഒക്കെ എന്ത് തന്നെയാണ്, ഓരോ സെറ്റുകൾ തന്നെയാണ്. അപ്പോൾ അതിന് മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ പഠിച്ചിട്ടുള്ള എല്ലാ നമ്പർ സിസ്റ്റങ്ങളും ഓരോ എന്താണ്, സെറ്റുകളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ 1, 2, 3, 4 എന്ന് എഴുതിയിരുന്ന അതൊരു എന്താണ്, സെറ്റാണ്. ആ സെറ്റിനെ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്നാണ് പറയുക. അതിനെ റെപ്രസെന്റ് ചെയ്യല് ക്യാപിറ്റൽ ലെറ്റർ N വെച്ചിട്ടാണ്. അപ്പോൾ 1, 2, 3, 4 എന്ന് എഴുതുന്ന അതെന്താണ്, അതൊരു സെറ്റാണ്. set of natural numbers and is represented by the letter capital letter N. രണ്ടാമത് പഠിച്ചത് -3, -2, -1, 0, 1, 2 എന്നൊക്കെ എഴുതി അതിന് നമ്മൾ ഇൻറ്റിജേഴ്സ് എന്നാണ് വിളിച്ചത്. സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്
റെപ്രസെന്റഡ് ബൈ ഐ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ Z വെച്ചിട്ടാണ് അതിനെ റെപ്രസെന്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇത് സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് ഐ വെച്ചിട്ടോ അല്ലെങ്കിൽ Z വെച്ചിട്ടോ അതിനെ റെപ്രസെന്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ റാഷണൽ നമ്പേഴ്സിനെയാണ് പഠിച്ചത്. 11/2 തുടങ്ങിയിട്ടുള്ള റാഷണൽ നമ്പേഴ്സിനെയാണ് പഠിച്ചത്. അതിനെ Q എന്നാണ് റെപ്രസെന്റ് ചെയ്തിരുന്നത് അല്ലെ. P/Q ഫോമിൽ എഴുതാമെന്നൊക്കെ പഠിച്ചതാണ്. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് Q വെച്ചിട്ടാണ്. അതിനെന്താ വിളിക്കുക? സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് എന്നാണ് പറയുക. സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. പിന്നെ നമ്മൾ പഠിച്ചത് വലിയൊരു നമ്പർ സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു. അതിനെ റിയൽ നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിരുന്നത്. സോ റിയൽ നമ്പേഴ്സിനെ ക്യാപിറ്റൽ R വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. സോ ഇതിനെ എന്ത് വിളിക്കും? സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് വിളിക്കും. സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അവിടെ പഠിച്ചിരുന്ന ഓരോ നമ്പർ സിസ്റ്റവും ഓരോ സെറ്റുകളാണ്. അപ്പോൾ ക്യാപിറ്റൽ N ആണ് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്, സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: റൈറ്റ് ഓൾ ദ എലിമെന്റ്സ് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതൊക്കെ ആ സെറ്റുകളുടെ പ്രത്യേകതകളാണ്. അതിൻ്റെ അർത്ഥം ഈ തന്നിട്ടുള്ളതൊക്കെ സെറ്റ് ബിൽഡർ ഫോമിലാണ്. ഇനി ഇതിൻ്റെയൊക്കെ ഓരോ സെറ്റിലെയും എലിമെന്റുകളെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ എഴുതുന്നതിന് നമ്മൾ ടാബുലാർ ഫോം അല്ലെങ്കിൽ റോസ്റ്റർ ഫോം എന്ന് പറയും. അപ്പൊ ചുരുക്കി പറഞ്ഞ എത്രയേ ഉള്ളൂ, ഈ സെറ്റ് ബിൽഡർ ഫോമിൽ തന്നതിനെ നമുക്ക് എന്താക്കി മാറ്റണം? റോസ്റ്റർ ഫോമിലേക്കോ അല്ലെങ്കിൽ ടേബുലാർ ഫോമിലേക്കോ ആക്കി മാറ്റണം. അതാണ് റൈറ്റ് ദ ഓൾ എലിമെന്റ്സ് എന്നുള്ളതിന്റെ അർത്ഥം. ആദ്യത്തെ വായിക്കാം. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 5 and 10 എന്നാണ് പറഞ്ഞത്. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 5 and 10 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 5നും 10നും ഇടയിലുള്ള, ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ ഇടയിലുള്ള നാച്ചുറൽ നമ്പറുകൾ എഴുതണം. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യകൾ. നമുക്കറിയാം ഏതൊക്കെയാണ്. 6, 7, 8, 9. സെറ്റ് ആയതുകൊണ്ട് തന്നെ ബ്രേസസിന്റെ ഉള്ളിൽ അതിനെ റെപ്രസെന്റ് ചെയ്യണം. കോമ ഇട്ട് റെപ്രസെന്റ് ചെയ്തു, ബ്രേസസിന്റെ ഉള്ളിലാക്കി. സോ 6, 7, 8, 9 ഇതായിരിക്കും എന്ത്? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 5 and 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി രണ്ടാമത്തത് സെറ്റ് ഓഫ് വവൽസ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിലുള്ള വവൽസ് ഏതൊക്കെയാണെന്ന് എഴുതണം. നമുക്കറിയാം AEIOU. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യം ബ്രേസസ് ഇടുന്നു. AEIOU. അപ്പൊ എന്തായി? അതും ആയി. അടുത്തത് സെറ്റ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 12. അതായത് 12ന്റെ ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 12നെ ഏതിനൊക്കെ കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റും? 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ട് ചെയ്യാം, 4 കൊണ്ട് ചെയ്യാം, 6 കൊണ്ട് ചെയ്യാം, 12 കൊണ്ടും ചെയ്യാം. സോ ഫാക്ടേഴ്സ് ഓഫ് 12 എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 6, 12. അതിനെ ബ്രേസസിന്റെ ഉള്ളിലാക്കുക, അതേപോലെ കോമകളിട്ട് വേർതിരിക്കുക. അടുത്ത ശ്രദ്ധിച്ചു കേൾക്കണം. സെറ്റ് ഓഫ് ഓൾ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ട്രിഗോണോമെട്രി. അപ്പോൾ ട്രിഗോണോമെട്രി എന്ന് പറയുന്ന വാക്കിലെ എല്ലാ ലെറ്ററുകളുമാണ് എഴുതേണ്ടത്. അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. അതെങ്ങനെയാണ് എഴുതുക? T എഴുതാം, R എഴുതാം, I എഴുതാം, G എഴുതാം, O എഴുതാം, N എഴുതാം. വീണ്ടും ഓയാണുള്ളത്. അത് എഴുതേണ്ട ആവശ്യമുണ്ടോ? അത് എഴുതേണ്ട. കാരണം എന്താ? ഒന്നിൽ ഏറെ തവണ വരുമ്പോൾ അത് എഴുതണ്ട എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി O എഴുതണ്ട. സോ അടുത്തത് M, E, വീണ്ടും T വന്നു, അത് എഴുതണ്ട. വീണ്ടും R വന്നു, അത് എഴുതണ്ട. ഇനി എന്ത് എഴുതിയാൽ മതി? Y എഴുതിയാൽ മതി. അപ്പൊ ഇതാണ് സെറ്റ്. TRIGONMEY. അപ്പൊ ഒന്നിലധികം തവണ വന്നത് കൊണ്ടാണ് ON ഒന്നും പിന്നെ എഴുതാതിരുന്നത്. ഇനി സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 10. 10നേക്കാൾ ചെറിയ പ്രൈം നമ്പേഴ്സ്. എന്താണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാല്? പ്രൈം നമ്പർ എന്ന് പറയുന്ന നമ്പറിനെ, ഇപ്പോൾ 2 ഒരു പ്രൈം നമ്പർ. ഈ 2നെ 2 കൊണ്ടും 1 കൊണ്ടും മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി 3 ഒരു പ്രൈം നമ്പറാണ്. കാരണം 3നെ 3 കൊണ്ടും 1 കൊണ്ടും മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. 5 ഒരു പ്രൈം നമ്പറാണ്. 5നെ 5 കൊണ്ടും 1 കൊണ്ടും മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 17 ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ 17നെ 17 കൊണ്ടും 1 കൊണ്ടും മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ആ നമ്പറിനെ വെച്ചും
ഒന്നുകൊണ്ട് മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറുകളെ വിളിക്കുന്ന പേരാണ് പ്രൈം നമ്പേഴ്സ്. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2 ആണ്. അതുപോലെ തന്നെ ആകെ ഒരേ ഒരു ഇരട്ട സംഖ്യ പ്രൈം നമ്പർ ആയിട്ടുള്ളൂ, അതും എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. അപ്പൊ നമ്മളോട് പറഞ്ഞത് സെറ്റ് ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 10, 10നേക്കാൾ താഴെയുള്ള എല്ലാ പ്രൈം നമ്പറുകളെയും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 1 പ്രൈം നമ്പർ അല്ല, ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2 ആണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ എഴുതാം? 2 എഴുതാം, 3 എഴുതാം, 5 എഴുതാം, 7 എഴുതാം. അപ്പോൾ 4 എലിമെന്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? ഈ രൂപത്തിലുള്ള സെറ്റ് ബിൽഡറിനെ എന്താക്കി മാറ്റുക? ഇതേപോലെയുള്ള റോസ്റ്റർ ഫോമിലേക്ക് മാറ്റുക. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അതും ഇത് തന്നെയാണ്. റൈറ്റ് ഓൾ ദ എലിമെന്റ്സ് ഓഫ് ദ ഫോളോയിങ് സെറ്റ്. അതായത് സെറ്റ് ബിൽഡർ ഫോമിൽ നമുക്ക് തന്നിട്ടുണ്ട്, അതിനെ എന്ത് ഫോമിലേക്ക് ആക്കണം? റോസ്റ്റർ ഫോമിലേക്ക് ആക്കണം. അപ്പൊ നേരത്തെ തന്ന സെറ്റ് ബിൽഡർ ഫോമും ഇപ്പൊ തന്ന സെറ്റ് ബിൽഡർ ഫോമും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് കുറച്ചും കൂടി മാത്തമാറ്റിക്കലാക്കി ഇതിനെ എഴുതിയതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വായിക്കുക എന്നുള്ളത് ആദ്യം നോക്കുക. അത് എന്തായാലും പഠിച്ചിരിക്കണം. ഏതെന്നാണ് ക്വസ്റ്റ്യൻ? ഇതിട്ടതിന്റെ അർത്ഥം സെറ്റ് ഓഫ് എന്നാണ്. ബ്രേസസ് ഇട്ടതിന്റെ അർത്ഥം നമ്മൾ ആദ്യം പഠിച്ചു, ദാറ്റ് ഈസ് സെറ്റ് ഓഫ്. എക്സ് കഴിഞ്ഞിട്ട് 2 കുത്താണുള്ളത്, അതിന്റെ അർത്ഥം സച്ച് ദാറ്റ്. സച്ച് ദാറ്റ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ആകുന്നു എന്നർത്ഥം. സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്, അതിനർത്ഥം എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓഡ് നാച്ചുറൽ നമ്പർ ആണ് എന്നർത്ഥം. അപ്പോൾ ഈ എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്തൊക്കെയാണ്? ഓഡ് നാച്ചുറൽ നമ്പർ, അതായത് 1, 3, 5 തുടങ്ങിയിട്ടുള്ള ഓഡ് നാച്ചുറൽ നമ്പർ ഒക്കെയാണ് ആർക്ക് കൊടുക്കാൻ പറ്റുക? എക്സിന് കൊടുക്കാൻ പറ്റുക. അതാണ് ഈ എക്സ് സച്ച് ദാറ്റ് എന്നുള്ളതിന്റെ അർത്ഥം. അപ്പൊ ഇതെങ്ങനെ വായിക്കുക? സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ. ഇനി രണ്ടാമത്തത് സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ലെറ്റർ ഇൻ ദ വേർഡ് ലോയൽ. അപ്പൊ ഈ എക്സിന് കൊടുക്കാൻ പറ്റില്ല എന്താണ്? ഈ ലോയൽ എന്ന് പറയുന്ന വേർഡിലെ ലെറ്ററുകളാണ് എക്സിന് കൊടുക്കാൻ പറ്റുക എന്നുള്ള അർത്ഥം. അപ്പൊ ഇതെങ്ങനെ വായിക്കും? സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇന്റിജർ, എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അല്ലെ? എക്സ് എന്ന് പറയുന്നത് ഒരു ഇന്റിജർ ആയിരിക്കണം. അത് കൂടാതെ അവിടെ വേറെ കണ്ടീഷൻ കൂടി തന്നു, എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 4 അല്ലെങ്കിൽ അതിൽ താഴെയോ ആയിരിക്കണം. ഇതെങ്ങനെ വായിക്കുമ്പോ? സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇന്റിജർ, -1/2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 9/2. അപ്പൊ എക്സ് എന്ന് പറയുന്ന ഇന്റിജർ -1/2നും 9/2നും ഇടയിലായിരിക്കണം എന്നർത്ഥം. അടുത്ത സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇന്റിജർ, -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7. അപ്പോൾ ഇതിനൊക്കെ ഇനി എങ്ങനെ റോസ്റ്റർ ഫോമിലേക്ക് എഴുതാമെന്ന് നോക്കാം. ഇവിടെ എന്താ പറഞ്ഞേ? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ. അപ്പോൾ എങ്ങനെ എഴുതാം? 1, 3, 5, 7, 9 എക്സെട്ര. അതെന്ത് ചെയ്യുന്നില്ല? അവസാനിക്കുന്നില്ല. അതങ്ങനെ തുടർന്ന് 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 പോവാണ്. സോ 1, 3, 5, 7, 9. ഇനി എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ലെറ്റർ ഇൻ ദ വേർഡ് ലോയൽ. അപ്പൊ ലോയൽ എന്ന് പറയുന്ന വേർഡിലെ ഒരു ലെറ്റർ ആണ് എക്സ്, അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? LOY A. വീണ്ടും ഒരു L ഉണ്ട്, പക്ഷെ അത് എഴുതണ്ട. കാരണം എന്താണ്? അവിടെ റിപ്പീറ്റ് ചെയ്ത് L വരും, അപ്പൊ അതുകൊണ്ട് അത് എഴുതണ്ട. അടുത്ത് എക്സ് ഈസ് ആൻ ഇന്റിജർ, എക്സ് ഒരു ഇന്റിജർ ആണ്, എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അപ്പൊ നമുക്ക് ഏതൊക്കെ എഴുതാം? 1 എഴുതാം, 2 എഴുതാം. കാരണം 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്, അത് 4നേക്കാൾ ചെറുത്. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4, അത് 4നോട് ഈക്വൽ ആണ്. പിന്നെ വേണമെങ്കിൽ 0 എഴുതാം, കാരണം 0 ഒരു ഇന്റിജർ ആണ്, 0 സ്ക്വയർ തന്നെയാണ്, 0 തന്നെയാണ്. തീർന്നിട്ടില്ല. അവിടെ -1 എഴുതാം, കാരണം -1ന്റെ സ്ക്വയർ 1, അത് 4നേക്കാൾ ചെറുതാണ്. അതേപോലെ -2 എഴുതാം, കാരണം -2ന്റെ സ്ക്വയർ 4. -3 എഴുതാൻ പറ്റില്ല, കാരണം -3 എഴുതുമ്പോൾ എക്സ് സ്ക്വയർ വരുമ്പോൾ അതെന്താവും? 9 ആവും. -4 എഴുതാൻ പറ്റില്ല, അപ്പൊ അതെന്താവും? 16 ആവും. അപ്പൊ അതൊന്നും പറ്റില്ല. അപ്പൊ അതിൽ 5 എണ്ണമാണ് ഉണ്ടാവുക. 1, 2, 0, -1, -2. അടുത്ത എക്സ് ഈസ് ആൻ ഇന്റിജർ. -1/2നും 9/2നും ഇടയിലുള്ള ഇന്റിജർ ആണ് എഴുതേണ്ടത്, അല്ലെ? -1/2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം -0.5 ആയിരിക്കും. 9/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4.5 ആയിരിക്കും.
അപ്പോൾ -0.5നും 4.5നും ഇടയിലുള്ള നമ്പറുകൾ എഴുതാൻ, ഇൻറ്റിജറുകൾ എഴുതാനാണ് അല്ലേ. അപ്പൊ ഏതൊക്കെയാ? 0, കാരണം 0 ഇവിടെ മൈനസ് സംഖ്യകളൊക്കെ ഇവിടെയാണ് വരിക, പോസിറ്റീവ് ഇങ്ങോട്ടും വരും. സോ 0 മൈനസ് ഇത് കഴിഞ്ഞിട്ട് 0 ഉണ്ടാവും, പിന്നെ 1 ഉണ്ടാവും, 2 ഉണ്ടാവും, 3 ഉണ്ടാവും, 4 ഉണ്ടാവും. ഏതൊക്കെ നമ്പറുകളാണ് ഉണ്ടാവുക? 0, 1, 2, 3, 4. ഓക്കെ, അപ്പോൾ ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള നമ്പറുകൾ കിട്ടും. ഇനി എക്സ് ഈസ് എൻ ഇൻറ്റിജർ -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7. -2 ഉൾപ്പെടൂല, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ 7 എന്ത് ചെയ്യും? ഉൾപ്പെടും. അപ്പൊ ഏതൊക്കെ നമ്പറുകളാണ് വരിക? -1 ഉണ്ടാവും, 0 വരും, 1 വരും, 2 വരും, 3 വരും, 4 വരും, 5 വരും, 6 വരും, 7 വരും. കാരണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നതുകൊണ്ട് അവിടെ ഉണ്ടാവും 7 ഉണ്ടാവും, ലെസ് ദാൻ എന്നുള്ളതുകൊണ്ട് -2 വരില്ല. അപ്പോൾ ഇതിന് രണ്ടിന്റെ ഇടയിലുള്ള നമ്പറുകളായി. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് എഴുതാം? ഒരു സെറ്റ് ബിൽഡർ ഫോമിനെ റോസ്റ്റർ ഫോമിലേക്കാക്കി മാറ്റാം. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഈ ഒരു എക്സ് സച്ച് ദാറ്റ് എന്ന് എഴുതിയില്ലേ, അത് നമ്മൾ സെറ്റ് ബിൽഡർ ഫോം എഴുതുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ എക്സിന് കൊടുക്കാൻ പോകുന്ന വാല്യൂ എന്നാണ് അതിന്റെ മീനിങ്. അത് എപ്പോഴും സെറ്റ് ബിൽഡർ ഫോം എഴുതുമ്പോൾ ആദ്യം നമ്മൾ എന്ത് എഴുതിയിരിക്കണം? എക്സ് സച്ച് ദാറ്റ്. അപ്പൊ ഇവിടെ എക്സ് ആണ് ഉപയോഗിക്കണമെങ്കിൽ ഇവിടെ എക്സ്, ഇനി ഇവിടെ വൈ ആണ് ഉപയോഗിക്കണമെങ്കിൽ ഇവിടെയും വൈ കൊടുക്കുക. അങ്ങനെ എഴുതാൻ ശ്രദ്ധിക്കണം. അപ്പൊ മക്കളെ, ഒരു സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ എലിമെന്റ്സ് എത്രണ്ണമാണ് എന്ന് കാണാൻ വേണ്ടി പഠിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റ് തന്നിട്ടുണ്ട്, എ എന്ന് പറയുന്ന ഒരു സെറ്റ് അല്ലെ. എ ഈക്വൽ ടു സെറ്റ് ഓഫ് 1, 2, 3, 4 ഇങ്ങനെയാണ് തന്നിട്ടുള്ളത് എഴുതിക്കോ. അപ്പൊ ഈ സെറ്റിൽ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം 4 എലിമെന്റുകളാണ് ഉള്ളത് അല്ലെ. സോ നമ്മളെങ്ങനെ എഴുതും? നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ സെറ്റ് എ ഈക്വൽ ടു 4 എന്ന് എഴുതും. ഇതിനെ വായിക്കല് n ഓഫ് എ ഈക്വൽ ടു 4. നമുക്കറിയാം 1 എന്ന് പറയുന്നത് സെറ്റ് എയിലെ ഒരു എലിമെന്റ് ആണ്. നമ്മൾ പറയുമ്പോൾ അങ്ങനെയല്ലേ പറയാ? 1 സെറ്റ് എയിലെ ഒരു എലിമെന്റ് ആണ്. അതേപോലെ 2 സെറ്റ് എയിലെ ഒരു എലിമെന്റ് ആണ്. 3 സെറ്റ് എയിലെ ഒരു എലിമെന്റ് ആണ്. 4 സെറ്റ് എയിലെ ഒരു എലിമെന്റ് ആണ്. ഇതിനെങ്ങനെ പറയുന്നതിന് പകരം എങ്ങനെ അതിനെ മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാം എന്ന് നോക്കാം. അപ്പൊ അതിനെങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 1 എലിമെന്റ് ഓഫ് എ, 1 എലിമെന്റ് ഓഫ് എ എന്നാണ് എഴുതുക. ഇത് നമ്മൾ വിളിക്കുക എലിമെന്റ് ഓഫ് എന്നാണ്. എലിമെന്റ് ഓഫ്, അതിനർത്ഥം 1 എന്ന് പറയുന്നത് സെറ്റ് എയിലെ ഒരു എലിമെന്റ് ആണ്. 1 എലിമെന്റ് ഓഫ് എ എന്ന് എഴുതാം. അപ്പൊ അതിന് ഈ 1നെ കൊണ്ടുപോയിട്ട് ബ്രേസസ് ഇടേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. വെറുതെ ഇതിന്റെ ഉള്ളിലുള്ള സാധനത്തിന് അതേപോലെ തന്നെ എഴുതി വെച്ചാൽ മതി. ആ എലിമെന്റ് 1 എലിമെന്റ് ഓഫ് എ. ഇനി രണ്ടാമത് 2 എലിമെന്റ് ഓഫ് എ, അങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഇനി 5 നോട്ട് എലിമെന്റ് ഓഫ് എ. 5 എന്ന് പറയുന്നത് ഈ സെറ്റ് ഇല്ലല്ലോ, അപ്പൊ നോട്ട് എലിമെന്റ് ആണ്, എലിമെന്റ് അല്ല. അപ്പൊ അതിന് റെപ്രസെന്റ് ചെയ്യൽ ഇങ്ങനെയാണ്, ഈ ഇട്ടിട്ട് അതിനെ ക്രോസ് ചെയ്ത് ഒരു വെട്ടിടുക. സോ 5 നോട്ട് എലിമെന്റ് ഓഫ് എ. ഇനി ഇതിനെ എലിമെന്റ് ഓഫ് എന്ന് തന്നെ പറയണമെന്നില്ല, ബിലോങ്സ് ടു എന്ന് വേണമെങ്കിലും പറയാം. 1 belongs to set A, 2 belongs to set A, 5 not belongs to set A, അങ്ങനെ വേണമെങ്കിലും പറയാം. ഇനി അടുത്ത നമുക്ക് എങ്ങനെ എഴുതാം? 4 element of A അല്ലെങ്കിൽ 4 belongs to set A അല്ലെങ്കിൽ A. 7 not belongs to അല്ലെങ്കിൽ not element of set A. അപ്പൊ ഇങ്ങനെയാണ് ഒരു സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിലെ എലിമെന്റുകളെ അടയാളപ്പെടുത്തുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ എലിമെന്റുകളെ അടയാളപ്പെടുത്തും. നമുക്ക് ഇനി വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞൂടെ? 1 എലിമെന്റ് ഓഫ് n എന്ന് പറഞ്ഞാൽ എന്താ? നാച്ചുറൽ നമ്പർ എന്ന് പറയുന്ന സെറ്റിൽ 1 എന്താണ്? എലിമെന്റ് ആണ്. ഇങ്ങനെ എഴുതാം. 0 നോട്ട് ബിലോങ്സ് ടു n എന്ന് പറഞ്ഞാൽ എന്താ? 0 എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സിൽ എന്തല്ല? എലിമെന്റ് അല്ല. അപ്പൊ ഇങ്ങനെയാണ് എലിമെന്റുകളെ റെപ്രസെന്റ് ചെയ്യുക. ബ്രേസസ് ഒന്നും ഇടരുത്. എന്താണോ ഇതിന്റെ ഉള്ളിലുള്ളത് അതിനെ അതേപോലെ എടുത്തെഴുതിയാൽ മതി. ഇതിനെ എലിമെന്റ് ഓഫ് അല്ലെങ്കിൽ ബിലോങ്സ് ടു, നോട്ട് എലിമെന്റ് ഓഫ് അല്ലെങ്കിൽ നോട്ട് ബിലോങ്സ് ടു എന്നാണ് പറയുക. അപ്പോൾ ഒരു സെറ്റ് ബിൽഡർ ഫോമിലുള്ളതിനെ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റി എഴുതാൻ ഇപ്പൊ പഠിച്ചു. ഇനി നേരെ തിരിച്ചുള്ളത് പഠിക്കണം. എങ്ങനെ?
ഒരു റോസ്റ്റർ ഫോമിൽ തരും, അതിനെ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു സെറ്റ് ബിൽഡർ ഫോമിലേക്ക് ആക്കി മാറ്റണം. അപ്പൊ ഒന്ന് രണ്ട് എക്സാമ്പിളുകൾ നോക്കാം. ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. എ is equal to 1 2 3 4 ആണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റണം. എപ്പോഴും സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കുക, ഒന്ന്, ആ സെറ്റ് ബിൽഡർ ഫോം കണ്ടാൽ ഒരു കൺഫ്യൂഷൻ നമുക്ക് തോന്നരുത് എന്തായിരിക്കും അതിന്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ റോസ്റ്റർ ഫോം വരിക എന്നുള്ളത്. അപ്പൊ കറക്റ്റ് അത് വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവണം ഇതൊക്കെയാണ് അതിന്റെ എലിമെന്റ് എന്നുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, കൂടുതലും മാത്തമാറ്റിക്കൽ ടേംസുകൾ ഉൾപ്പെടുത്തിയിട്ട് ആ സെറ്റ് ബിൽഡർ ഫോമിനെ റെപ്രസെന്റ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഇവിടെ ഉള്ള എ എന്ന് പറയുന്ന സെറ്റ് 1 2 3 4 എന്നുള്ളതാണ്. നമുക്കറിയാം ഈ തന്നിട്ടുള്ള എല്ലാ നമ്പറുകളും എന്താണ്? നാച്ചുറൽ നമ്പറുകളാണ്. ഒരു കാര്യം കൂടി അറിയാം, ഈ നാച്ചുറൽ നമ്പർ എന്തിനേക്കാൾ ചെറുതാണ്? 5നേക്കാൾ ചെറുതുമാണെന്ന് അറിയാം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. എ is equal to സെറ്റ് ഓഫ്, എപ്പോഴും പഠിച്ചു ഇങ്ങനെ ഒരു സംഗതി എഴുതണം, എക്സ് സച്ച് ദാറ്റ് എക്സ് എലിമെന്റ് ഓഫ് എൻ, എക്സ് എലിമെന്റ് ഓഫ് എൻ. അങ്ങനെ പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്, അതെന്താണ്? അതൊരു നാച്ചുറൽ നമ്പറിലെ എലിമെന്റ് ആണ്, കോമ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അപ്പൊ ഇത് റെപ്രസെന്റ് ചെയ്തത് മൊത്തം മാത്തമാറ്റിക്കൽ ഫോമിലാണ്. അപ്പൊ ഇത് വായിച്ച കറക്റ്റ് നമുക്ക് മനസ്സിലാവും. എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്, ആ സെറ്റിലുള്ള ഒരു എലിമെന്റ് ആണ് എക്സ്. ഈ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാച്ചുറൽ നമ്പർ ആണ്. പിന്നെന്താണ്? എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്, 4ഓ അതിൽ താഴെയോ ആണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും 4ന്റെ അടിയിലുള്ള നാച്ചുറൽ നമ്പർ ആയിട്ടുള്ള ഒരാളാണ് എക്സ്, അല്ലെ? 4 3 2 1. അപ്പൊ അതാണ് വരിക. ഇനി ഈ ഒരു സെറ്റിനെ തന്നെ നമുക്ക് പല രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യാം. ഇനി വേറൊരു രൂപം നോക്കാം. എ is equal to എക്സ് സച്ച് ദാറ്റ് എക്സ് എലിമെന്റ് ഓഫ് എൻ, കോമ എക്സ് ലെസ് ദാൻ 5. ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. എക്സ് ലെസ് ദാൻ 5 എന്ന് പറഞ്ഞാൽ 5നേക്കാൾ ചെറിയ ഒരു നമ്പറാണ് എക്സ്. എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാച്ചുറൽ നമ്പർ ആണ്, 5നേക്കാൾ ചെറിയ നാച്ചുറൽ നമ്പർ 4 3 2 1 തന്നെയാണ്. അപ്പൊ ഇങ്ങനെ വേണമെങ്കിലും അതിനെന്ത് ചെയ്യാം? റെപ്രസെന്റ് ചെയ്യാം. അപ്പോ ഒരു സെറ്റിനെ തന്നെ ഒന്നോ അതിലധികമോ രൂപത്തിൽ എന്ത് ചെയ്യാം? റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഏറ്റവും ക്ലിയർ ഏതാണോ ആ രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ അത് വായിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഡൗട്ടുകളൊന്നും തോന്നാൻ പാടില്ല. പിന്നെ കൂടുതലും മാത്തമാറ്റിക്കൽ ടേംസ് ഉൾപ്പെടുത്തിക്കൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഇനി രണ്ടാമത് വേറൊരു എക്സാമ്പിൾ നോക്കാം. ബി is equal to 5 10 15. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ബി is equal to 5 10 15. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? ബി is equal to എക്സ് such that എക്സ് is a multiple of 5 എന്ന് എഴുതി കൂടെ. എക്സ് is a multiple of 5, കോമ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15. അപ്പോൾ എക്സ് സച്ച് ദാറ്റ് എക്സ് is a multiple of 5, കോമ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 എന്ന് പറഞ്ഞാൽ എന്താ? 15ൽ താഴെ അല്ലെങ്കിൽ 15ഓ 15ൽ താഴെയോ ഉള്ള 5ന്റെ ഒരു മൾട്ടിപ്പിൾ ആണ് എന്ത്? എക്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്കറിയാം 5 10 15 3 എന്നാണ് അതിൽ വരിക. അങ്ങനെ വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. പക്ഷെ ഇതിൽ വലിയ വലിയ വാചകങ്ങളാണുള്ളത്, മാത്തമാറ്റിക്കൽ ടേംസ് അല്ല ഉള്ളത്. എങ്ങനെ ഇതിനെ മാത്തമാറ്റിക്കൽ ടേംസ് ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതാൻ നോക്കാം. ബി is equal to എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 5n, എക്സ് ഈക്വൽ ടു 5n, കോമ n element of n, കോമ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. എന്തതിൻ്റെ അർത്ഥം? ഞെട്ടണ്ട, വലിയ വലിയ സംഗതികളൊന്നും കണ്ട് ഞെട്ടണ്ട, വളരെ സിമ്പിൾ ആണ്. എക്സ് സച്ച് ദാറ്റ് എക്സ് എന്ന് പറഞ്ഞ നമ്പറാണ് അതിലുള്ളത്. എക്സ് എന്ന് പറയുന്നത് എന്താ? 5 into n ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ 5 into n, അതായത് 5ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 5 10 ഒക്കെ നമുക്ക് 5 into n ജനറലി കൊടുക്കാമല്ലോ. ഈ n-ന്റെ വാല്യൂ 1 ആകുമ്പോൾ അത് 5 ആവും, n-ന്റെ വാല്യൂ 2 ആകുമ്പോൾ അത് 10 ആവും, n-ന്റെ വാല്യൂ 3 ആകുമ്പോൾ അത് 15 ആവും, 4 ആവുന്ന സമയത്ത് എന്താവും? അത് 20 ആവും. അതുകൊണ്ടാണ് ജനറലി അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്തത്? 5n എന്ന് പറഞ്ഞത്.
അപ്പോ ഇനി ഈ കൊടുക്കുന്ന n എന്ന് പറയുന്നത് എന്തായിരിക്കണം? നാച്ചുറൽ നമ്പർ ആയിരിക്കണം. അതല്ലേ ഇവിടെ 1, 2, 3, 4 ഒക്കെയാണ് n വരെ കൊടുത്തത്. അതൊക്കെ എന്താണ്? നാച്ചുറൽ നമ്പർ ആണ്. പിന്നെ പറഞ്ഞത് ഇവിടെ 15 വരെയല്ലേ ഉള്ളൂ, അതുകൊണ്ട് n < 3. കാരണം 4 ഇവിടെ കൊടുക്കാൻ പറ്റില്ല, 4 കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും? 20 വരും. സോ ഒന്നുകിൽ n < 4 എന്ന് എഴുതാം, അല്ലെങ്കിൽ n < 3 എന്ന് എഴുതാം. അപ്പൊ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതിന്റെ അർത്ഥം? ഇങ്ങനെയാണ് അതിന്റെ റോസ്റ്റർ ഫോം വരിക. ഓക്കെ, ഇനി C = 2, 4, 6, 8 എക്സെട്ര. അത് അവസാനിക്കണില്ല, അതങ്ങനെ പോവാണ്. അതിനെങ്ങനെ എഴുതാം? C = x such that x = 2n, n element of n എന്ന് എഴുതിയാൽ പോരെ. നോക്ക്, x such that, x എന്ന് പറയുന്ന നമ്പർ ഉണ്ട്, x എങ്ങനെ കിട്ടും? 2 × n, 2 × n എന്ന് പറയും. ഈ n എന്ന് പറഞ്ഞാൽ എന്താ? നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ ആയിട്ട് 1 കൊടുക്കുമ്പോൾ 2 × 1 2, 2 × 2 4, 2 × 3 6, 2 × 4 8 അങ്ങനെ പോകും. അത് എക്സെട്ര ആയതുകൊണ്ട് പിന്നെ ഇതുപോലെയുള്ള ഒരു കണ്ടീഷൻ ഇവിടെ വരേണ്ട ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെയാണ് ഒരു റോസ്റ്റർ ഫോമിലുള്ള സംഗതിയെ എന്തിലേക്ക് മാറ്റുക? സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റുക. അപ്പോൾ ശ്രദ്ധിച്ച് നല്ലോണം ആലോചിച്ച് എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് മനസ്സിലാക്കി എഴുതിയാൽ അത് തെറ്റാതെ വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റും. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ ഫോർ സെറ്റ് എ? സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് സെറ്റ് ഓഫ് 1, 2, സെറ്റ് 3, 4, 5. അതായത് സെറ്റിന്റെ ഉള്ളിൽ വേറൊരു സെറ്റ് എന്തായിട്ട് തന്നെ വരുന്നുണ്ട്? എലിമെന്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ ആദ്യത്തെ പറഞ്ഞ 1 എലിമെന്റ് ഓഫ് എ എന്നാണ് അല്ലെ. 1 എന്ന് പറഞ്ഞ ഒരു എലിമെന്റ് ഇതിലുണ്ട്, ശരിയാണ്. 1 എലിമെന്റ് ഓഫ് എ എന്ന് പറയുന്നത് ശരിയാണ്. അടുത്തത് പറഞ്ഞ് സെറ്റ് 2 എലിമെന്റ് ഓഫ് എ, അത് തെറ്റാ. കാരണം എന്താണ്? 2 ആണ് ഇതിലുള്ളത്. 2 എലിമെന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്, പക്ഷെ സെറ്റ് 2ന്റെ ആവശ്യം ഇവിടെ ഇല്ല. സോ ഇറ്റ് ഈസ് റോങ്. പിന്നെ എന്താ പറഞ്ഞ സെറ്റ് 3, 4 എലിമെന്റ് ഓഫ് എ അല്ലെ. ഇതേപോലത്തെ ഒരാള് ആ സെറ്റിന്റെ ഉള്ളിൽ ഉണ്ടോ നോക്ക്, ഇതാ ഇവിടെ ഉണ്ട്. സോ ഇതെന്താണ്? ഇത് ശരിയാണ്. അടുത്ത് സെറ്റ് 5 എലിമെന്റ് ഓഫ് എ, സെറ്റ് 5 ഇല്ല, 5 ഉള്ളൂ, അതുകൊണ്ട് ഇത് തെറ്റാണ്. 5 എലിമെന്റ് ഓഫ് എ ഇത് ശരിയാണ്. 2 സെറ്റ് 3 എലിമെന്റ് ഓഫ് എ, അങ്ങനെ ഒരു സാധനം അതിലില്ല. സോ ഇതെന്താണ്? തെറ്റാണ്. അപ്പൊ ഇങ്ങനെയാണ് ഒരു സെറ്റിന്റെ ഉള്ളിലുള്ള എലിമെന്റ് ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാം.